മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. ടൂറിസ്റ്റ് ബസിന് മുകളിൽ കയറി നിന്നും വശങ്ങളിൽ തൂങ്ങിയുമാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത്. മൂന്നാർ പെരിയ കനാലിലാണ് സംഭവം. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ബസ്സാണ് അപകടയാത്ര നടത്തിയത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായല്ലോ. പോലീസ് തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നിലവിൽ വാഹനം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും പറയുന്നത്. ഈ പെരിയകനാൽ ഭാഗത്ത് മൂന്നാറിൽ നിന്നും ബോഡിമെട്ടിലേക്കുള്ള പാതയാണ്. ഈ പാതയിൽ പെരിയകനാൽ ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസിന് മുകളിൽ കയറിയുന്ന യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ടൂറിസ്റ്റ് ബസിന്റെ ഒരു വശത്ത് ഏതാനും ആളുകൾ തൂങ്ങി നിൽക്കുന്നതും കാണാം. ഏതാനും ആളുകൾ വാഹനത്തിന് മുമ്പേ ഓടി ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള അപകട വളവുകൾ നിറഞ്ഞ പ്രദേശമാണ്. ചെങ്കുത്തായി ഇറക്കമാണ്. ഇതിൽ വലിയ അപകടം ഉണ്ടാവാനുള്ള സാഹചര്യമുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു ബസ്സിന് മുകളിൽ നിന്നുള്ള ഈ സാഹസിക യാത്ര. ഇതിനു മുമ്പ് കാറിന്റെ വശങ്ങളിൽ നിന്നും ജീപ്പിന് മുകളിൽ നിന്നുമുള്ള സാഹസിക യാത്രകൾ നമ്മൾ കണ്ടിരുന്നു. അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും പരിശോധന നടത്തുകയും വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു മോട്ടോർ വാഹന വകുപ്പ്. നിലവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സാണ് ഇത് ഇപ്പോൾ ഈ ഒരു സാഹസിക യാത്ര നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾ തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിയ സമയത്താവാം ഇത്തരത്തിൽ യാത്ര ചെയ്തത് എന്നൊരു നിഗമനമാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ളത്. എന്തായാലും ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.